എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് നിർത്തിയ ഫീച്ചർ നമ്മൾ പലതരത്തിലുള്ള ഫീച്ചറുകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള ചില ഉദാഹരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതെങ്ങനെയാണ് അത്തരത്തിലൊരു ഫീച്ചറായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു ന്യൂസ് പേപ്പറിനകത്ത് വരാൻ സാധ്യതയുള്ള ഓരോ വിഷയങ്ങളെ ആയിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് പേപ്പർ എന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ന്യൂസ് ഇല്ലാതെ ന്യൂസ് പേപ്പറില്ല. ന്യൂസുകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്നതിനെയാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഓബിയസ്ലി ന്യൂസ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തതായിട്ട് കടന്നു വരുന്ന വ്യക്തിയാണ് ഫീച്ചറുകൾ. ഒരു ന്യൂസ് പേപ്പർ സാധാരണഗതിയിൽ വായിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ന്യൂസിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് സാധ്യതയുള്ളൂ. ഫീച്ചറുകളൊന്നും അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നുമില്ല. അതിൻ്റെ കാരണം നമുക്കതിന് മാത്രം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കര ഒരു ടൈറ്റ് ഷെഡ്യൂളിലുള്ള ഒരു ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നാണ് നമ്മൾ സ്വയം അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമുക്കൊരു തിരക്കുമില്ല, ഇഷ്ടം പോലെ സമയം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മൾ തന്നെ പറഞ്ഞ് പഠിക്കുകയാണ് സ്വയം, നമുക്ക് ടൈമില്ല. ആ ടൈമില്ലായ്മയാണ് നമ്മളുടെ ലൈഫിന് ഇത്ര ബിസിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, നമ്മളിനി അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിരുന്നു, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിളാണ് എന്ന് പറഞ്ഞു. എന്താണൊരു ആർട്ടിക്കിൾ, എങ്ങനെയാണ് ഒരു ആർട്ടിക്കിൾ എഴുതേണ്ടത്, ആർട്ടിക്കിളിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാനായിട്ട് പോകുന്നത്. An article is an elaborate piece of composition written on a topic. ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ച് വളരെ ഗാഢമായിട്ടുള്ള പഠനം നടത്തിയതിന് ശേഷം തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. It is a well documented and well studied essay in which the writer expresses opinion on all aspects of the topic. ഒരു ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തവും സുദൃഢവുമായിട്ടുള്ള പഠനം നടത്തി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അയാൾ എന്തു ചെയ്യും? അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള ഒപ്പീനിയൻ. എന്തിനാണ് അദ്ദേഹം ഒരു ഒപ്പീനിയൻ പറയുന്നത്? നമ്മളൊരാളുടെ ആർട്ടിക്കിൾ വായിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ആ റൈറ്റർക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കും. കാരണം ഒരു കാര്യത്തെ ഒരു ആംഗിളിലൂടെ അല്ലെങ്കിൽ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ മാത്രമല്ല നോക്കി കാണാൻ പറ്റുക. ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡിലൂടെ, എൻ്റെ ആംഗിളിലൂടെ ഒരു കാര്യത്തെ വിലയിരുത്തുമ്പോൾ നിങ്ങളതിന് വേറൊരു ആറ്റിറ്റ്യൂഡോ വേറൊരു ആംഗിളോ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരും. നമ്മളുടെ ഓരോരുത്തരുടെയും ആശയങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അതിനനുസരിച്ചായിരിക്കും നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കി എടുക്കുന്നതിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുണ്ടെങ്കിൽ ഞാൻ ആ ചായ്വിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഏതൊരു കാര്യത്തെയും വിശകലനം ചെയ്യുക. അപ്പോൾ ആർട്ടിക്കിൾ എഴുതുന്ന റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരിക്കും, അയാൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. അതിനെ കൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതേസമയം ചില പത്രങ്ങളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചില പത്രങ്ങൾക്ക് വേണ്ടി ആർട്ടിക്കിൾ എഴുതുന്ന ആൾക്കാർ പത്രത്തിൻ്റെ ഒരു താല്പര്യവും പത്രത്തിനെടുക്കുന്ന എഫേർട്ട്, അതായത് പത്രം ഒരു കാര്യത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ആ ധാരണയെ മുൻനിർത്തിക്കൊണ്ടുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, പത്രം ഇതിനെ നോക്കി കാണുന്നുണ്ടായിരിക്കുക. അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു ആസ്പെക്റ്റിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അതുകൊണ്ടാണ് ഒപ്പീനിയൻ ഇത്രയധികം പ്രാധാന്യം ആർട്ടിക്കിളിൽ വരുന്നത്. കാരണം ഈ എഴുതിയിരിക്കുന്ന വ്യക്തി ആരോ ആയിക്കോട്ടെ, ഹി ഓർ ഷീ ആരായാലും വിഷയമല്ല,
അയാളുടെ കാഴ്ചപ്പാടുകളും അയാൾക്കുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരിക്കുക. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ് നമ്മളൊരു ആർട്ടിക്കിൾ തയ്യാറാക്കുന്നത്. ഈ തയ്യാറാക്കുന്ന ആർട്ടിക്കിൾ തന്നെ എനിക്ക് വേണമെങ്കിൽ പല രീതിയിൽ ഡൈവേർട്ട് ചെയ്തെടുക്കാം. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ മാറ്റിയും മറിച്ചും എടുക്കാനുള്ള, അല്ലെങ്കിൽ മാറ്റിയും മറിച്ചും പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതെനിക്കിവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അൺലൈക്ക് ഫീച്ചേഴ്സ്, ആൻ ആർട്ടിക്കിൾ ഈസ് സീരിയസ് ആൻഡ് ഇറ്റ്സ് പ്രൈമറി റോൾ ഈസ് ടു ഇൻഫോം, എഡ്യൂക്കേറ്റ് ആൻഡ് ഷേപ്പ് ഒപ്പീനിയൻ. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും ആർട്ടിക്കിളും ഫീച്ചറും തമ്മിൽ ഇപ്പം എന്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, രണ്ടിലും സ്റ്റഡി നടത്തും, ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യും, അത് ജനങ്ങളിലേക്ക് എത്തിക്കും. പിന്നെ എന്തുകൊണ്ട് മാറ്റമുള്ളത്? ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാറ്റമുണ്ട്. ആർട്ടിക്കിളിൽ ആഡഡ് കളേഴ്സോ ഫ്ലേവേഴ്സോ ചേർക്കില്ല. ടു ദ പോയിന്റ്, ടു ഇൻഫോം ആൻഡ് എഡ്യൂക്കേറ്റ് ആൻഡ് ക്രിയേറ്റ് പബ്ലിക് ഒപ്പീനിയൻ. 3 ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഫീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റർടൈൻ എന്നൊരു ഫെസിലിറ്റി കൂടി അതിൽ കൂടുതലുണ്ട്. ഇൻഫോം, എഡ്യൂക്കേറ്റ്, പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ എൻ്റർടൈൻ എന്നുള്ളതും കൂടി ആഡ് ആകുമ്പോഴുള്ള പ്രശ്നം, ഒരു ഫീച്ചറിൽ ഫീച്ചർ റൈറ്റർക്ക് വേണമെങ്കിൽ സം കളേഴ്സ് ആഡ് ചെയ്യാം. കളേഴ്സ് എന്ന് പറയുന്നത് അതിനെ അല്പം കൂടി എൻ്റർടൈനിങ് ആക്കുന്ന തരത്തിൽ എന്തെങ്കിലും വാചകങ്ങളോ ഇൻസിഡൻസോ അതിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിച്ചേർത്താലും കുഴപ്പമില്ല. അതേസമയം ആർട്ടിക്കിളിനെ സംബന്ധിച്ച് അത്തരത്തിൽ ആഡഡ് ഫ്ലേവറും കളറൊന്നുമില്ല. ടു ദ പോയിൻ്റ് ആണ്. എന്താണോ നമ്മൾ കണ്ടെത്തിയ കാര്യം, ആ കണ്ടെത്തിയ കാര്യം ജനങ്ങളെ ഇൻഫോം ചെയ്യുക, അവരതിനെക്കുറിച്ച് പഠിപ്പിക്കുക, ഒപ്പം അവരിൽ നിന്നൊരു പബ്ലിക് ഒപ്പീനിയൻ, നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക, ആ ഒപ്പീനിയൻ പബ്ലിക്കിൻ്റേതാക്കി മാറ്റുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഒപ്പീനിയൻ റൈറ്റർ ക്രിയേറ്റ് ചെയ്യുക, ആ ക്രിയേറ്റ് ചെയ്ത ഒപ്പീനിയനെ പബ്ലിക് ഒപ്പീനിയനാക്കി മാറ്റിയെടുക്കുക. അത് മാത്രമേ പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഒരു ആർട്ടിക്കിൾ റൈറ്റർക്കും അത്തരത്തിലൊരു സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടും. An article is generally written in a sober style and the subject matter is treated in a scholarly manner. ഇവിടുത്തെ ആർട്ടിക്കിളിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പോലും വളരെ വേഗമായിട്ട് പറഞ്ഞു പോകാവുന്നൊരു ടോപ്പിക്കായിരിക്കില്ല. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, എന്നാൽ ഒരു അപാരമായിട്ടുള്ള പാണ്ഡിത്യത്തോടു കൂടി സമീപിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചിട്ടായിരിക്കും ആർട്ടിക്കിൾ. അല്ലാതെ അതൊരു എന്താ പറയുക, രസകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനോ വായനക്കാരനിൽ ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനോ ഈ പറയുന്ന ആർട്ടിക്കിൾ റൈറ്റർക്ക് പറ്റില്ല. ആർട്ടിക്കിൾ യൂഷ്വലി അപ്പിയർ ഓൺ ദി എഡിറ്റോറിയൽ പേജ് ഓഫ് എ ന്യൂസ് പേപ്പർ. എഡിറ്റോറിയൽ പേജ് ഞാൻ കാണിച്ചു തന്നു. ഏകദേശം മധ്യത്തിലായിട്ട് എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിലാണ് ഒരു സ്ട്രെയിറ്റ് കോളമായിട്ടാണ് സാധാരണഗതിയിൽ എല്ലാ പത്രങ്ങളും അവരുടെ ആർട്ടിക്കിളുകൾ എഡിറ്റോറിയൽ എഴുതാറുള്ളത്. അതിൻ്റെ അപ്പുറത്തും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പേജിലുമായിട്ട് വളരെ വിശാലമായി കിടക്കുന്ന ടോപ്പിക്കുകളാണ് ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. സ്വതവേ ആരും എഡിറ്റോറിയൽ നോക്കാറേ ഇല്ല. അതുകൊണ്ട് തന്നെ അതിലുള്ള ആർട്ടിക്കിളുകൾ ഒട്ടും നോക്കാറില്ല. കാരണം അതൊക്കെ ഒരുപാട് സമയം പത്രം വായിക്കാൻ എടുക്കുന്ന ആൾക്കാർക്കും, പത്രം ഇതെന്തിട്ട് പത്രം തിന്നാണോ, നാളെ പരീക്ഷയൊന്നുമില്ലല്ലോ മലയാള മനോരമ പത്രത്തിന് എന്നൊന്നും പറഞ്ഞിട്ട് കളിയാക്കപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും ചിലപ്പോൾ. അവരൊക്കെയാണ് ഈ പറഞ്ഞ ആർട്ടിക്കിളുകളൊക്കെ വായിക്കുകയുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പത്രത്തിൽ വായിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും ആർട്ടിക്കിളുകളായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമുക്കതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ട് നമ്മളത് വായിക്കാതെ വിട്ടുകളയും. An article is an elaborate piece of writing based on the study and research.
there will be fact, figures and lot of statistics. ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള പഠനം നടത്തി അതിലൊരു റിസർച്ച് ചെയ്തതിന് ശേഷം തയ്യാറാക്കപ്പെടുന്നതാണ്. അതിനകത്ത് വരുന്നത് കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആ കാര്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ, പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിനെന്ത് പ്രാധാന്യമാണുള്ളത്? അപ്പം അത് പ്രസൻറ്റ് ചെയ്യും. ആർട്ടിക്കിൾ എഴുതുന്ന ആൾ എന്തായാലും അയാൾക്ക് കിട്ടിയ ഫാക്റ്റ്, ഫിഗേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള എല്ലാ കണക്കുകളും കൃത്യമായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളത് വായിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. The writer gives his or her views and conclusion after making a comprehensive study of the subject. Interpretative journalism falls under this category. An interpretative journalist may not go to the spot of the event, but the analysis is based on his or her vast knowledge. ഒരു ആർട്ടിക്കിൾ റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ സ്പോട്ടിൽ പോയിട്ട് അത് അനലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് അതിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും, അറിവുണ്ടായിരിക്കും. ആ അറിവിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ ഒരു കാര്യത്തെ ഇൻ്റർപ്രറ്റേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വിശദീകരിച്ച് തരികയാണ്. ഇപ്പോൾ ചില ഇൻ്റർപ്രറ്റേറ്റർമാരുണ്ടായിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ചില സ്വപ്നങ്ങൾ രാജാക്കന്മാർ കാണുമ്പോൾ, ചില വെളിപാടുകൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വിശദീകരിക്കാൻ കഴിയുന്ന ഇൻ്റർപ്രറ്റേറ്റേഴ്സ് ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ ആർട്ടിക്കിൾ റൈറ്ററെ ശരിക്കും ഒരു ഇൻ്റർപ്രറ്റേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹം ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിശദീകരിച്ച് നിങ്ങൾക്ക് കൂടി വേണ്ടി അതിനെ വ്യക്തമാക്കി തരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിലപ്പോൾ അവിടെ പോയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളും അദ്ദേഹത്തിനുള്ള ഓൾറെഡി ഉള്ളൊരു തോട്ടും വെച്ചിട്ട് അദ്ദേഹം ആ വിഷയത്തെ ഡെവലപ്പ് ചെയ്യും, അതിനെ കൃത്യമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യും. ആൻ ആർട്ടിക്കിൾ ക്യാൻ, ഒരു ആർട്ടിക്കിളിൽ എന്തൊക്കെ വരാം, എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഡിസ്ക്രൈബ് ആൻ എക്സ്പീരിയൻസ്, ഇവൻറ്റ്, പേഴ്സൺ ഓർ പ്ലേസ്. ആർട്ടിക്കിൾ ഏത് വേണമെങ്കിലും ആവാം. ഒന്നുകിൽ നിങ്ങൾക്കുണ്ടായൊരു അനുഭവത്തെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇവൻ്റ് ആയിരിക്കാം. ഇവൻ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, ദെൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ പറയുന്ന എക്സ്പീരിയൻസ്, നിങ്ങളുടെ ആർട്ടിക്കിൾ ചിലപ്പോൾ വരുന്നത്. ചില സമയങ്ങളിൽ ചില പ്ലേസസിനെ കുറിച്ചിട്ടായിരിക്കും. കാരണം ചില പ്ലേസസിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ പ്ലേസിൻ്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കലായിട്ടുള്ള പ്രത്യേകതകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളുകളൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. ദെൻ പ്രസൻറ്റ് ആൻ ഒപ്പീനിയൻ ഓർ ബാലൻസ്ഡ് ആർഗ്യുമെൻറ്റ്. നിങ്ങളൊരിക്കലും ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴായാലും നിങ്ങളൊരു ആർഗ്യുമെൻ്റ് എടുത്തിടുമ്പോഴായാലും ആർട്ടിക്കിൾ എഴുതുന്ന വ്യക്തി ബയസ്ഡ് ആയിരിക്കരുത്, പക്ഷപാതമുള്ള ആളായിരിക്കരുത്. പക്ഷപാതമില്ലാതെ രണ്ടു ഭാഗത്തും നിൽക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, ആരെയും നിശിതമായിട്ട് വിമർശിക്കാതെ ആരെയും അമിതമായിട്ട് സപ്പോർട്ട് ചെയ്യാതെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ബാലൻസ്ഡ് പൊസിഷനായിരിക്കണം ഈ പറയുന്ന ആർട്ടിക്കിൾ റൈറ്റർ എപ്പോഴും എടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് വലിയ കുഴപ്പങ്ങളിലേക്ക്, നിങ്ങളുടെ ആർട്ടിക്കിൾ മൂലം വലിയ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവാനായിട്ടത് കാരണമായി തീരും. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. നിങ്ങൾക്ക് കാര്യങ്ങളെ ഇത് ചെയ്യാനായിട്ട് പറ്റണം, താരതമ്യം ചെയ്യാൻ പറ്റണം. അതങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറായില്ല. അതിനർത്ഥം അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള മറ്റ് അജണ്ടകൾ നടപ്പിലാക്കാനുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്കതിനെ താരതമ്യം ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ശരിതെറ്റുകളെ വ്യാഖ്യാനം ചെയ്യാം. എവിടെയാണ് കുറവ് വന്നത്, എവിടെയാണ് കൂടുതൽ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കതിലേക്ക് ആർഗ്യുമെൻ്റ് ഇടാം. പക്ഷെ അപ്പോഴും ഇപ്പോൾ ഒരു കോർപ്പറേഷനിലെ വികസന പദ്ധതികളെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ ആർട്ടിക്കിൾ എന്ന് വിചാരിച്ചോളൂ.
ഇടതുപക്ഷം ഭരിക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെ എടുക്കാം. തൃശ്ശൂർ കോർപ്പറേഷനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ ആർട്ടിക്കിൾ. അവിടെ നിങ്ങൾ ആർട്ടിക്കിൾ എഴുതുമ്പോൾ ഈ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള ആ ഘട്ടത്തിൽ നിങ്ങൾ പറയരുത് ഒരിക്കലും 10 കോടി ചെലവഴിച്ച് ചെയ്യാൻ കഴിയുമായിരുന്ന പദ്ധതിക്ക് 15 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്ന LDFൻ്റെ ഭരണസമിതി ഇവിടെ നടത്തിയത് 5 കോടി രൂപയുടെ കൃത്യമായിട്ടുള്ള തട്ടിപ്പാണ്. ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. അതിനാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ആർഗ്യുമെൻറ്റ്സ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. ഒരു പക്ഷേ ചുരുങ്ങിയ എമൗണ്ടിൽ ചെയ്തു തീർക്കാമായിരുന്നെങ്കിലും 15 കോടി രൂപ ചെലവിട്ട് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഭരണസമിതി അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത്തിരി ബാലൻസ്ഡായി. ഇവർ കട്ടൂന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ ഇവരുടെ പ്രവർത്തനത്തെ അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം ആർട്ടിക്കിളിൽ വരുന്ന നിങ്ങളുടെ കോൺട്രാസ്റ്റ് ആൻഡ് കമ്പയർ എന്നുള്ള ഒരു സെക്ഷൻ വരേണ്ടത്. പ്രൊവൈഡ് ഇൻഫർമേഷൻ. എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടില്ലെങ്കിൽ ആർട്ടിക്കിൾ എന്നതിനെ വിളിക്കാനായിട്ട് പറ്റില്ല. ഓഫർ സജഷൻസ്. നിങ്ങളുടെ ഒപ്പീനിയൻ ആയിരിക്കണം നിങ്ങളുടെ സജഷൻ എന്ന് പറയുന്നത്. ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിന് പറ്റിയ സജഷൻസും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. എന്ത് ചെയ്താൽ അല്പം കൂടി ബെറ്റർ ആക്കാം, എങ്ങനെ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാം, ആ രീതിയിലേക്ക് കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്താൽ മാത്രമേ ഒരു ആർട്ടിക്കിൾ ഫുള്ളാവുള്ളൂ. സ്ട്രക്ചർ ഓഫ് ആൻ ആർട്ടിക്കിൾ. An eye-catching title which attracts the reader's attention and suggests the theme of the article. Article can also have subheadings. നിങ്ങളുടെ ആർട്ടിക്കിളിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെഡിങ് ഇല്ലാതെ ഒന്നും എഴുതാൻ പറ്റില്ല. ഫീച്ചർ എഴുതാൻ പറ്റില്ല, ആർട്ടിക്കിൾ എഴുതാൻ പറ്റില്ല. ഈവൻ ന്യൂസിന് പോലും ഹെഡ്ലൈൻ ഉണ്ടായിരിക്കും. ഈ ഹെഡ്ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് മലയാള മനോരമ പത്രത്തിൽ വന്നൊരു ആർട്ടിക്കിളാണ്, എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്. എളുപ്പത്തിൽ പണം നൽകി മാനം കെടുത്തു. ഹെഡ്ലൈൻ ഇതാണ്, എളുപ്പത്തിൽ പണം നൽകി മാനം കെടുത്തു. സംഭവം എന്താണെന്നറിയോ? ആ ഹെഡ്ലൈൻ കണ്ടപ്പോഴാണ് എന്താണ് പൈസ തന്നിട്ട് മാനം കെടുത്ത്, എന്തുദ്ദേശിക്കണ ടോപ്പിക്ക് എനിക്ക് തന്നെ മനസ്സിലായില്ല. വായിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചില മൊബൈൽ ആപ്പുകളുണ്ട്, നമുക്ക് ഇൻസ്റ്റൻറ്റ് മണി ഓഫർ ചെയ്യും. നിങ്ങൾക്ക് പൈസ വളരെ പെട്ടെന്നായിട്ട് കിട്ടും. 10,000, 20,000, 30,000, വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റും ബാക്കി കാര്യങ്ങളും ഷെയർ ചെയ്യാവുന്ന രീതിയിലേക്ക് ആപ്പിനെ അലൗ ചെയ്താൽ മതി. നിങ്ങളൊരു ആപ്പ് പുതിയതായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങളുടെ ഫോട്ടോസ് ആൻഡ് ഇമേജസുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അലൗ. ഡിസലവോ ഡിനയോ കൊടുത്താൽ ആ ആപ്പ് നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പം ചില മണി ലെൻഡേഴ്സ് ആയിട്ടുള്ള ചില ഗ്രൂപ്പുകൾ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു ഡോക്യുമെൻറ്റേഷനും ഇല്ല നിങ്ങളുടെ. നിങ്ങൾ വളരെ ജസ്റ്റ് സിമ്പിൾ പ്രൊസീജിയർ, ഒരു 1, 2, 3 സ്റ്റെപ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കുകയാണ് അവർ. എന്നിട്ട് ഭീമമായിട്ടുള്ളൊരു തുക നിങ്ങളിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് ഈടാക്കുകയാണ്. മുടക്കം വരുത്താത്ത കസ്റ്റമേഴ്സ് ആയാലും EMIയിൽ മുടക്കം വരുത്തുന്ന കസ്റ്റമേഴ്സ് ആയാലും വലിയൊരു തുക ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടത്? അവർ ഇൻസ്റ്റൻറ്റ് മണിയാണ് ഓഫർ ചെയ്യുന്നത്. നിങ്ങളൊരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പ്രോസസ്സിങ് കഴിഞ്ഞ് ബാങ്കിൻ്റെ പ്രോസസ്സിങ് ഫീ എടുത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വരണമെങ്കിൽ ചുരുങ്ങിയത് 4-5 ദിവസം നിങ്ങൾ ബാങ്കിൻ്റെ പിന്നാലെ നടക്കണം. എന്ത് ചോദിച്ചാലും ആ ലെറ്റർ ആയാലും ആ പ്ലാൻ ആയാലും ആ സ്കെച്ച് ആയാലും ആ ഡോക്യുമെൻ്റ് ആയാലും ബാങ്കിൽ എത്തിക്കാൻ തയ്യാറായിട്ടുള്ള രീതിയിൽ തന്നെ കിടന്ന് നടന്നാൽ ഒരു 4-5 ദിവസം കൊണ്ട് ലോൺ പാസ്സാവും. അതേസമയം ഇതൊന്നും വേണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആവശ്യമായിട്ടുള്ള അലൗ ചെയ്യാനുള്ളതൊക്കെ അലൗ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം 1-2 സ്റ്റെപ്സ് ഫില്ല് ചെയ്താൽ പൈസ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് EMI ആണ്, തിരിച്ചടവ് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പലിശയും കൂടി വരും. അപ്പോൾ ഈ ഹെഡ്ലൈൻ കണ്ടിട്ടാണ് ഞാൻ ഈ ആർട്ടിക്കിൾ വായിക്കുന്നത്. വായിക്കുമ്പോൾ ഇതാണ് വിഷയം. ഇവരെന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള നമ്മൾ സ്ഥിരം കോൺടാക്ട് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ഓരോ മെസ്സേജ് അയക്കും.
അരുൺ ഫ്രാൻസിസ് 10,000 രൂപ എടുത്ത് ഇന്ന സ്ഥാപനത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 അടവുകളായിട്ട് അദ്ദേഹം തിരിച്ചടച്ചിട്ടില്ല. ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെൻ്റെ സുഹൃത്താണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് പറയും, ഡാളിയ നീ ആ പൈസ എടുത്ത് തിരിച്ചടച്ചില്ലേ? ഞാൻ പൈസ എടുത്ത് തിരിച്ചടയ്ക്കാത്തത് നീ എങ്ങനെ അറിഞ്ഞ? എനിക്ക് അവരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ നിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആളല്ല, എനിക്കാണ് അവർ മെസ്സേജ് അയച്ചത്, അരുൺ പൈസ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. പോരെ, നാണം കെടാൻ വേറെ വല്ലതും വേണം? ഇതാണ് എളുപ്പത്തിൽ പൈസ തരാമെന്ന് പറയുമ്പോൾ നമ്മൾ ഓടി അതിൻ്റെ മുമ്പേ പോയി വരി നിൽക്കുകയാണ്. അതിനെ തുടർന്നുണ്ടാവുന്ന ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നോ ഇമ്പാക്റ്റ് എന്താണെന്നോ നിങ്ങൾ ഈവൻ ഒരു ബാങ്കിൻ്റെ EMI മുടക്കി നോക്കൂ. ബാങ്ക് നിങ്ങളെ വിളിക്കുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരെയും അറിയിക്കൊന്നുമില്ല. നാടോട്ടൊക്കെ അറിയിക്കുന്നൊരു ഘട്ടം വരും. ജപ്തി നടപടികൾ നടക്കുമ്പോൾ ബാങ്ക് എല്ലാവരെയും അറിയിക്കും. നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ടായിരിക്കും പരിപാടി നടത്തുക. അതൊക്കെ. അതല്ലാതെ ഒരു EMI മുടങ്ങുമ്പോഴേക്കും പൈസയും കൊണ്ട് തട്ടിച്ച് കടന്നു കളഞ്ഞു എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് ഈ പറയുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മളുടെ കൂട്ടുകാർക്ക് അയക്കുന്നത്. നമുക്കും കൂടി അല്ല അയക്കുന്നത്. അപ്പോൾ ആ ഹെഡിങ് ആണ് എന്നെ അട്രാക്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആർട്ടിക്കിൾ വായിച്ചു നോക്കിയത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. ഇങ്ങനത്തെ ആപ്പുകളിൽ കൂടെ എളുപ്പത്തിൽ പൈസ കിട്ടുന്നു എന്നേ ഉള്ളൂ, അതിനതിൻ്റേതായിട്ടുള്ള ദൂഷ്യഫലങ്ങളുണ്ട്, അതും കൂടി അനുഭവിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇവരുടെ നിന്ന് പൈസ എടുത്താൽ മതി എന്നുള്ളൊരു ധാരണയിലേക്ക് എത്താൻ എനിക്ക് കഴിയുമ്പോഴാണ് ഈ ആർട്ടിക്കിള് സക്സസ് ആവുന്നത്. അതിനവർ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഓൾസോ നമുക്ക് വേണമെങ്കിൽ സബ് ഹെഡിങ്സ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിലും സബ് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ആർട്ടിക്കിളിലും സബ് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പണം ലഭിക്കുന്നത് എങ്ങനെ, നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ് ഇവർക്ക് കിട്ടുന്നത് എങ്ങനെ, തവണ തെറ്റിച്ചാൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തൊക്കെ, ഇങ്ങനെ ഓരോരോ സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതി തീർത്തിരിക്കുന്നത്. വളരെ നല്ലൊരു ആർട്ടിക്കിളായിരുന്നു. An introduction which early defines the topic to be covered and keeps the reader's attention. അതവരും ചെയ്തിട്ടുണ്ട്. മൊബൈൽ ആപ്പുകൾ വഴി പണം കടമെടുത്തവർക്ക് സംഭവിക്കുന്ന ചതിക്കുഴികൾ ഏതൊക്കെ, അല്ലെങ്കിൽ അവർ വീണു പോകുന്ന കെണികൾ ഏതൊക്കെ, ഇന്ന് വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ഫിനാൻഷ്യൽ ഇടപാടുകൾ നടത്തുന്ന ചില സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകളെ കുറിച്ചിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആർട്ടിക്കിൾ തുടങ്ങുന്നത്. The main body which the topic is further developed in detail. നിങ്ങളുടെ മെയിൻ ടോപ്പിക്കിൻ്റെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ് എന്തോ അത് പിന്നീട് നിങ്ങളവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. എ കൺക്ലൂഡിങ് പാരഗ്രാഫ്, അവസാനിപ്പിക്കുമ്പോൾ അതിനൊരു കൺക്ലൂഡ് ചെയ്യുന്നൊരു പാരഗ്രാഫും കൂടി കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആർട്ടിക്കിൾ പൂർത്തിയാവില്ല. എപ്പോഴും കൺക്ലൂഡ് ചെയ്യണമല്ലോ. ഏതൊരു ആർട്ടിക്കിളായാലും ഏതൊരു ന്യൂസ് ആയാലും ഏതൊരു ടോപ്പിക്കായാലും നിങ്ങളത് കൺക്ലൂഡ് ചെയ്യുന്നൊരു രീതി കൂടി എടുക്കണം. എ കോളം ഈസ് സിമിലർ ടു ആൻ ആർട്ടിക്കിൾ. എ ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ പ്രൊവൈഡ് സ്പേസ് ഫോർ noted writers and other experts to express their views regularly on a weekly, fortnightly or monthly basis. ഈ കോളം എന്ന് പറയുന്നതും ആർട്ടിക്കിൾ എന്ന് പറയുന്നതും ഏകദേശം സെയിം ആണെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് എഴുതുക. രണ്ടിലും ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കോളംസ് അനുവദിക്കുന്നത് ചില എമിനൻ്റ് റൈറ്റേഴ്സിന്, ചില പർട്ടിക്കുലർ പേഴ്സണാലിറ്റീസിന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചില സമയങ്ങളിൽ ചിലരെ കൊണ്ട് നിർബന്ധിച്ച് കോളം എഴുതിക്കുന്നതും കാണാറുണ്ട്. പൈസ കൊടുത്തിട്ട് പേയ്മെൻറ്റ് ഇൻ ക്യാഷ് ആയിട്ടോ കൈൻഡ് ആയിട്ടോ കൊടുത്തിട്ട് അവരെ കൊണ്ട് റെഗുലർ ബേസിസിൽ എഴുതിക്കുന്നതും കാണാറുണ്ട്. ദ ടോപ്പിക്സ് ഫോർ എ കോളം ഇൻക്ലൂഡ് ഏരിയാസ് സച്ച് ആസ് politics, media, gossip, economics and sports. A person who writes a column is called columnist. കോളം എഴുതുന്ന ആളെ കോളംനിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഏത് ടോപ്പിക്കിൽ വേണമെങ്കിലും എഴുതാം. പൊളിറ്റിക്സ് ആവാം, സിനിമ ആയിരിക്കാം, സ്പോർട്സ് ആയിരിക്കാം, ആർട്സ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. ഫോർ എക്സാമ്പിൾ, ദ വീക്ക്ലി കോളം ഓഫ് പോൾ ക്രുഗ്മാൻ പബ്ലിഷ്ഡ് ഇൻ ദി ഹിന്ദു ഈസ് ക്വൈറ്റ് ഫേമസ്. Unmediated, a column by Shashi Kumar Frontline, Through My Widow by
സത്യ ചിത്താനന്ദൻ, അഗെയിൻ ഫ്രണ്ട് ലൈനിൽ നിന്നുള്ള റൈറ്ററാണ്. മീഡിയ മാറ്റേഴ്സ് ബൈ സെവാന്തി നിനാൻ, ദി അതർ ഹാഫ് ബൈ കൽപ്പന ശർമ്മ ആർ സം ദി കോളംസ് ആൻഡ് കോളംനിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പോപ്പുലറായിട്ടുള്ള ചില കോളംനിസ്റ്റുകളെയും അവരെഴുതുന്ന കോളങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ടോപ്പിക്കാണ് ആർട്ടിക്കിൾ ആൻഡ് കോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മിഡിൽ. എന്താണ് മിഡിൽ? മിഡിൽ എന്ന് വെച്ചാൽ മധ്യഭാഗം എന്നാണ് അർത്ഥം. ഇനി എന്തുകൊണ്ടാണ് അതിനങ്ങനെ ഒരു പേര് വന്നത്, അതെന്താണെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. എ റൈറ്റപ്പ് ദാറ്റ് ജനറലി അപ്പിയേഴ്സ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എഡിറ്റോറിയൽ പേജ്, below the article and above the letter to editor in a newspaper is known as middle. സാധാരണഗതിയിൽ ദി ഹിന്ദു പോലെയുള്ള പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, ഇതൊരു പേജാണെങ്കിൽ, ഈ ഇത്രയും സ്പേസ് ഒരു പേജാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡ് പൂർണ്ണമായിട്ടും എഡിറ്റോറിയലിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോളം ഉണ്ടായിരിക്കും, ഇവിടെ ഒരു കോളം ഉണ്ടായിരിക്കും, ഏറ്റവും താഴെ ഇത്തിരി കൂടി വലിയൊരു കോളം ഉണ്ടായിരിക്കും. മുകളിലത്തെയും താഴത്തെയും കോളം ഏകദേശം സെയിം ലെങ്ത്തിലായിരിക്കും. ഇടയിൽ ഒരു ചെറിയ പോർഷൻ വിട്ടിട്ടുണ്ടായിരിക്കും. ഈ നടുവിൽ കിടക്കുന്ന ഈ പാസേജിനെയാണ്, എഡിറ്റോറിയൽ പേജിൽ നടുവിൽ കിടക്കുന്ന പാസേജിനെയാണ്, അതായത് എഡിറ്റോറിയലിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കൊടുത്തിട്ടുള്ള കോളത്തിനും അതിന് താഴെ കൊടുക്കുന്ന ലെറ്റർ ടു എഡിറ്റർ എന്ന് പറയുന്ന പങ്ക്തിക്കും ഇടയിൽ മിഡിലായിട്ട് വരുന്ന പോർഷൻ എന്താണോ അതിനെയാണ് മിഡിൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സോ ഇൻ ജേർണലിസ്റ്റ് ജാർഗൺ ബിക്കോസ് മിഡിൽ ഈസ് പൊസിഷൻഡ് ഇൻ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ പീസസ് ഓൺ ദി സെയിം പേജ്. ഒരേ പേജിൽ തന്നെയുള്ള രണ്ട് ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുകളാണ്, അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ആണ്. മുകളിലുള്ള ആർട്ടിക്കിളിൽ ആ ആർട്ടിക്കിൾ എഴുതിയ ആളുടെ ഒപ്പീനിയൻ ആയിരിക്കും. ലെറ്റർ ടു എഡിറ്ററിൽ ജനങ്ങളുടെ ഓരോരുത്തരുടെയും മറുപടികളും അവരുടെ ഒപ്പീനിയൻസും ആയിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒപ്പീനിയനുകളുടെ നടുവിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ പാസേജിനെ, ആ കോളത്തിന് മിഡിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദ മിഡിൽ ഈസ് യൂഷ്വലി എ ഹ്യൂമറസ് എൻ്റർടൈനിങ് പീസ് ഓഫ് റൈറ്റിംഗ്. അല്പം തമാശ കലർന്ന, അല്ലെങ്കിൽ അല്പം ഒന്ന് സീരിയസ്നെസ് കുറഞ്ഞ, അല്പം രസകരമായിട്ടോ ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടായിരിക്കും മിക്കപ്പോഴും മിഡിൽ ചർച്ച ചെയ്യുക. കാരണം ആ പേജ് ഓൾറെഡി വളരെ സീരിയസ് ആണ്. ലെറ്റർ ടു എഡിറ്റർ, എഡിറ്റോറിയലിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആർട്ടിക്കിള് എല്ലാം കൂടി ചേർന്ന് വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പേജിനെ ഒന്ന് ലൈറ്റാക്കാനാണ് ഇത്തരത്തിലൊരു മിഡിൽ കൊടുക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് എ സറ്റയർ ഓൺ അൺയൂഷ്വൽ എക്സ്പീരിയൻസ് ഓർ സ്ട്രേഞ്ച് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. മിക്കപ്പോഴും അതൊരു സറ്റയർ ആയിരിക്കും, ആക്ഷേപഹാസ്യം. ഒരാളെ അല്പമൊന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കളിയാക്കിക്കൊണ്ടുള്ള തമാശയായിരിക്കും ചിലപ്പോൾ അതിലൂടെ കടന്നു വരാനായിട്ട് സാധ്യത. ഇറ്റ് മേ ഐദർ ഡീൽ വിത്ത് ആൻ ഓഫ് ബീറ്റ് ഓർ പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ഓർ അറ്റംപ്റ്റ് ടു എക്സ്പോസ് ഓർ റെഡിക്യൂൾ certain policy, program, activity, etc. Middles are not mere fun and entertainment, they are also highly thought-provoking. മിഡിലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഏത് ടോപ്പിക്ക് വേണമെങ്കിലും എടുക്കാം, അതിനൊരു പർട്ടിക്കുലർ ടോപ്പിക്ക് വേണമെന്നില്ല. പക്ഷേ പൂർണ്ണമായിട്ടും ചിരിച്ചു തള്ളാവുന്ന അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചെടുക്കുന്ന ഒരു കോളമായിട്ടോ ഒരു വാർത്തയായിട്ടോ അതിനെ കണക്കാക്കരുത്. അതിനതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. നമുക്ക് ചിലപ്പോഴൊക്കെ ചില സമയങ്ങളിലൊക്കെ അവർ സെലക്ട് ചെയ്യുന്ന മിഡിലിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇരുന്ന് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അന്ന് തൊട്ടെങ്കിലും നമ്മൾ ചിന്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മിഡിൽ ചർച്ച ചെയ്യുക. ദ സെലക്ഷൻ ഓഫ് ദി ടോപ്പിക്, സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, treatment, expression, etc. followed in a middle are similar to those of features. ഫീച്ചറിൽ എങ്ങനെയാണോ നമ്മൾ എഴുതാനും ടോപ്പിക്ക് സെലക്ട് ചെയ്യാനും നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഏത് തരത്തിലാണെന്നും എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നൊക്കെ ഇരിക്കുന്നോ അതേ രീതി തന്നെയാണ് ഏകദേശം മിഡിലും ഫോളോ ചെയ്യുക. കാരണം നമ്മൾ ഈ പറയുന്ന
ഫീച്ചറിലായാലും മിഡിലായാലും അല്പം ഒരു എൻ്റർടൈനിങ് എലമെൻറ്റ് നിലനിർത്തിക്കൊണ്ടാണ് അവർ എഴുതുന്നത്. അപ്പോൾ ആ എൻ്റർടൈനിങ് എലമെൻറ്റ് സെയിം ആയതുകൊണ്ട് തന്നെയും ഒപ്പം ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയും രണ്ടും ഏകദേശം സെയിം ആയിട്ട് വരും. പക്ഷെ എന്തുകൊണ്ട് രണ്ടും രണ്ട് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഫീച്ചർ എവിടെ വേണമെങ്കിലും പ്രസിദ്ധീകരിക്കാം, പത്രത്തിൻ്റെ ഏത് പേജിലും ഏത് സ്ഥലത്തും കൊടുക്കാം. പക്ഷെ മിഡിൽ എന്ന് പറയുന്നത് എഡിറ്റോറിയൽ പേജിന് അഭിമുഖമായി നിൽക്കുന്ന ആർട്ടിക്കിളിൻ്റെയും ലെറ്റർ ടു എഡിറ്ററിൻ്റെയും ഇടയിലാണ് ഇതിനെ സ്പോട്ട് ചെയ്യുക. ആ രണ്ട് വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾക്കിടയിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഒരു എൻ്റർടൈനിങ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പാസേജ് ആയിട്ട് പോലും അതിനെ ഫീച്ചറായിട്ട് കണക്കാക്കാതെ അതിനെ ആ ഒരു നിലനിൽക്കുന്ന പൊസിഷൻ്റെ പേരിൽ തന്നെ മിഡിൽ എന്നുള്ള പേരിൽ അത് അറിയപ്പെടാനും കാരണമാവും. ഇറ്റ് ഈസ് ഓൾസോ ഷോർട്ടർ ഇൻ ലെങ്ത് കമ്പയർഡ് ടു ആൻ ആർട്ടിക്കിൾ ഓർ കോളം. ദ ലാംഗ്വേജ് ഈസ് സിമ്പിൾ ബട്ട് ഇഫക്റ്റീവ് വിത്ത് സ്മോൾ സെൻറ്റൻസസ്. സാധാരണഗതിയിൽ മിഡിൽ എന്ന് പറയുന്നത് ഒരു ചെറിയ പോർഷൻ ആയിരിക്കും. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇത്ര ഉണ്ടെങ്കിൽ മിഡിൽ അതിൻ്റെ പകുതി ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ കാരണം അത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് കൊടുത്താലും പാസേജായിട്ട് കോളമായിട്ട് കൊടുത്താലും അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഒരു പക്ഷേ ആ കൊടുത്തിരിക്കുന്ന സ്പേസിനേക്കാൾ 3-4 ഇരട്ടി കൂടുതലായിരിക്കും. നമ്മളത് വായിക്കാത്തത് കൊണ്ടാണ് നമുക്ക് മിഡിലിൻ്റെ പ്രാധാന്യം മനസ്സിലാവാത്തത്. സംഭവം ചെറിയൊരു പാസേജാണ്, തമാശയാണ്, അല്പം അത്ര സീരിയസ്നെസ്സോട് കൂടിയിട്ടല്ല അതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും. കൊളോക്കിയൽ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന രീതിയിൽ സാധാരണക്കാരന് കൂടി ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ടും അത് വായിക്കാൻ ആൾക്കാർ തയ്യാറാവുന്നില്ല. അതിൻ്റെ കാരണം ആ പേജിലുള്ള ബാക്കി ടോപ്പിക്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വെയിറ്റേജ് കൂടിയതാണ്. ആ വെയിറ്റേജ് എടുത്താൽ പൊന്താത്തത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ വെയിറ്റേജുള്ള ടോപ്പിക്കിനെ പലപ്പോഴും ശ്രദ്ധിക്കാതെ കടന്നു പോകേണ്ടി വരുന്നു. ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ഒരു വട്ടം മിഡിൽ വായിക്കാൻ തുടങ്ങിയ വ്യക്തി പിന്നീട് എല്ലാ ദിവസവും നിർബന്ധമായിട്ടും മിഡിൽ വായിച്ചിരിക്കും. കാരണം ഒരുപക്ഷെ ഈ ന്യൂസിൽ നിന്നും ഈ ഫീച്ചറിൽ നിന്നും ഈ ആർട്ടിക്കിൾ കോളംസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രൊവോക്കിംഗ് ഐഡിയ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പുറത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന മിഡിൽ വായിച്ചാൽ കിട്ടുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മിഡിലല്ലേ വായിക്കുള്ളൂ. പിന്നെ അത് വായിക്കാൻ നമ്മളിലൂടെ ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ നമുക്കിഷ്ടപ്പെടുന്ന സാധാരണക്കാരന് വായിക്കാൻ താല്പര്യം തോന്നുന്ന കൊളോക്കിയൽ ലാംഗ്വേജിലാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ നടത്തിയിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ വേറെ വായിക്കാണ്ടിരിക്കേണ്ട കാര്യം? എ മിഡിൽ ഷുഡ് ബി കേപ്പബിൾ ഓഫ് അറൗസിങ് ഇൻട്രസ്റ്റ് റൈറ്റ് ഫ്രം ദി ഓപ്പണിംഗ് സെൻറ്റൻസ് ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ് ടു ദ ലാസ്റ്റ്. മിഡിൽ എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്ന തരത്തിലായിരിക്കണം എഴുതേണ്ടത്. നിങ്ങളൊരു തുടക്കം ഇടുന്നത് അല്ലെങ്കിൽ ഒരു മിഡിൽ എന്ന് പറയുന്നതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ, ത്രൂ ഔട്ട് അത് അവസാനിക്കുന്ന എൻഡിങ് പൊസിഷൻ വരെയും വായനക്കാരനെ പിടിച്ചു നിർത്താനും വായനയെ തുടർന്നു കൊണ്ടുപോകാനും പ്രചോദനമാകുന്ന തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം നിങ്ങളുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ അത് ഇഫക്റ്റീവായിട്ട് മാറുള്ളൂ. ഇറ്റ് ഈസ് റിട്ടൺ ബൈ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് who have a real flair for writing humorously and with imagination. അല്പം ഇമാജിനേഷനും അല്പം എൻ്റർടൈൻമെൻറ്റും അല്പം തമാശയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എഴുതാൻ കഴിയുന്ന വളരെ കൃത്യവും വ്യക്തവുമായിട്ടൊരു വിഷയത്തെ തന്മയത്വപൂർവമായിട്ട് വരച്ച് കാണിക്കാൻ അല്ലെങ്കിൽ എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്ന അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയിരിക്കും മിഡിൽ കൈകാര്യം ചെയ്യുക. കാരണം അവരെഴുതുന്ന ഒരു ചെറിയ ടോപ്പിക്കായിരിക്കാം, പക്ഷെ ആ എഴുതുന്ന ചെറിയ ടോപ്പിക്കിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം അതങ്ങനെ ഉണ്ടാവണം. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണ്ടേ? വെറുതെ എഴുതിയതുകൊണ്ട് മിഡിൽ വായിച്ചാൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ മിഡിൽ വായിക്കുമ്പോൾ വായനക്കാരന് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അത് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം റൈറ്ററുടെയാണ്. അതുകൊണ്ടാണ് മിഡിൽ എഴുതാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ പത്രത്തിലെ തന്നെ ആ സ്ഥാപനത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യക്തിയായിരിക്കും ഏർപ്പെടുത്തുക.
ചുരുങ്ങിയ വാക്കുകളിൽ, കോമൺ വാക്കുകളിൽ, വളരെ കൊളോക്കിയൽ ലാംഗ്വേജിൽ അദ്ദേഹത്തിന് വളരെ വലിയൊരു തീം അല്ലെങ്കിൽ വളരെ വെയിറ്റേജ് ഉള്ളൊരു കാര്യം, അതും വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ച് തീർക്കാനായിട്ട് പറ്റണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് ഉപകാരമുള്ളൂ. It is written by experienced hands who have a real flair for writing humorously and with imagination. Jose Panachippuram and K.L. Mohanavarma are some of the well-known middle writers in Malayalam. മലയാളത്തിൽ വളരെ നന്നായിട്ട് മിഡിൽ എഴുതാൻ കഴിയുന്ന അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് എന്ന് വിളിക്കാവുന്ന രണ്ട് പേരാണ് ജോസ് പനച്ചിപ്പുറവും അതുപോലെ തന്നെ KL മോഹനവർമ്മയും. രണ്ടുപേരും ഓർത്തു വയ്ക്കുക. കാരണം മിഡിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് എഴുതാൻ കഴിയുന്ന അല്ലെങ്കിൽ മിഡിൽ എഴുതുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഒരാളുടെയോ രണ്ടാളുടെയോ പേര് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം. നിങ്ങൾ വേറെ പേര് കണ്ടെത്തുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. വായി തോന്നിയ പേരുണ്ടാക്കി വയ്ക്കാതിരിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം അത്തരത്തിലൊരാളെ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഉദാഹരണം എഴുതണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണം എഴുതിയാൽ അതിനൊരു എക്സ്ട്രാ മാർക്ക് അല്ലെങ്കിൽ അതിനൊരു എക്സ്ട്രാ കൺസേൺ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉദാഹരണം എന്ന് പറയുന്നത്. ആ ഉദാഹരണം നിങ്ങൾ പരീക്ഷാ പേപ്പറിലും കൂടി എഴുതിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഡബിളായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആർട്ടിക്കിൾ ഓർ കോളം, രണ്ട് മിഡിൽ. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് വളരെ വിശാലവും വ്യക്തവുമായിട്ടുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള ആ റൈറ്ററുടെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹം കണ്ടെത്തിയ ഫാക്ട്സും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫീച്ചറിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ആർട്ടിക്കിളിൻ്റെ ലക്ഷ്യങ്ങൾ ഇൻഫോർമേറ്റ്, എഡ്യൂക്കേറ്റ് ആൻഡ് ക്രിയേറ്റ് പബ്ലിക് ഒപ്പീനിയൻ. ദർ ഈസ് നോ സ്കോപ്പ് ഫോർ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ. ഫീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റർടൈൻമെൻ്റ് ആവാം, ആഡഡ് കളേഴ്സ് ആവാം, ഫ്ലേവേഴ്സ് ആവാം. ആർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അനുവദനീയമല്ല. ആർട്ടിക്കിളിൽ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഉണ്ടായിരിക്കണം, അതിന് നല്ലൊരു ഹെഡിങ് ഉണ്ടായിരിക്കണം, സബ് ഹെഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബോഡി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ റൈറ്ററെ പൂർണ്ണമായിട്ടും പിടിച്ചു നിർത്തുന്ന രീതിയിൽ തന്നെ ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ വിത്ത് എ കൺക്ലൂഡിങ് പാരഗ്രാഫ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ അതൊരു നല്ല ആർട്ടിക്കിൾ ആവുള്ളൂ. ആർട്ടിക്കിളിനകത്ത് വരേണ്ട കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആവാം, ഇവൻ്റ് ആവാം, പേഴ്സൺ ആവാം, പ്ലേസ് ആവാം. എപ്പോഴും പ്രസൻറ്റേഷൻ ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് വൺ ആൻഡ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം, ഒപ്പം തന്നെ സജഷൻസ് ഓഫർ ചെയ്യുന്നതായിരിക്കണം. രണ്ടാമത് ചർച്ച ചെയ്തത് അതിൽ തന്നെ പറയുന്നു, ചില പത്രങ്ങൾക്ക് വേണ്ടി, മാഗസിനുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ചില ആർട്ടിക്കിളുകൾ എഴുതുന്ന വ്യക്തികളെ അവർക്ക് വേണ്ടി സ്പേസ് നീക്കിയിടുന്നുണ്ടെങ്കിൽ അവരെ കോളംനിസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾ റൈറ്റേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. രണ്ട് പേരെയെങ്കിലും ഓർത്തു വയ്ക്കുക. മിഡിൽ എന്ന് പറയുന്നത് എഡിറ്റോറിയൽ പേജിൽ എഡിറ്റോറിയലിന് അഭിമുഖമായി നിൽക്കുന്ന ആർട്ടിക്കിളിൻ്റെയും ലെറ്റർ ടു എഡിറ്ററിൻ്റെയും ഇടയിൽ വരുന്ന പാസേജിനെയാണ് മിഡിൽ എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഒരു ഹ്യൂമറസ് വേയിലൂടെ ആയിരിക്കും അതിൻ്റെ പ്രസൻറ്റേഷൻ. എന്നാൽ ഇറ്റ് ഷുഡ് ബി എ തോട്ട് പ്രൊവോക്കിംഗ് ഐറ്റം. വെറുതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ളതാണ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഐറ്റം തന്നെ ആയിരിക്കണം. പക്ഷെ അതൊരു ഹ്യൂമറസ് വേയിലൂടെ, സിമ്പിൾ സെൻറ്റൻസിലൂടെ, ജനറൽ പബ്ലിക്കിനു കൂടി ആക്സെപ്റ്റബിൾ ആവുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് മിഡിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആയിരിക്കും മിഡിൽ എഴുതാനായിട്ട് സാധാരണ പത്രങ്ങളും മാഗസിനുകളൊക്കെ നിയോഗിക്കാറുള്ളത്. KL മോഹനവർമ്മയും ജോസ് പനച്ചിപ്പുറവുമാണ് വളരെ പ്രശസ്തരായിട്ടുള്ള മലയാളത്തിലെ രണ്ട് മിഡിൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഉള്ള ചർച്ച. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യണം, ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടും കണ്ടിട്ടുമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിലല്പം കൂടി വ്യക്തമായിട്ട്
എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എടുക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം ഇതിൻ്റെ സ്ട്രക്ചർ, എത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ വ്യക്തമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർവ്യൂ എന്താണെന്നും ഇൻ്റർവ്യൂ എങ്ങനെ നടത്തണമെന്നും ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പലപ്പോഴും പരീക്ഷാ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുള്ള വിഷയമാണ്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.